ഹായ് ഓൾ വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിതാ ഇതുപോലൊരു ക്യൂട്ടായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ആക്സസറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൽ ഈ ജാസ്മിൻ ബഡ്സ് വെച്ചിട്ടുള്ള ഈ ഒരു ബഞ്ച് ഉണ്ടല്ലോ, അത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതിൽ നോക്കിയിട്ട് കണ്ടാൽ മതി അതെങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ അതിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം. ബാക്കി ബീഡ് വെച്ചിട്ടുള്ള ഒരു 2 ബഞ്ചാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് സൈഡിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ നമ്മുടെ ഗോൾഡൻ കോപ്പർ വയർ ഇതാ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീളമുണ്ട് കേട്ടോ, ഏകദേശം ഒരു 15 ഇഞ്ചോളം നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ സെൻറ്ററിലേക്ക് ഞാനൊരു ഗോൾഡൻ ബീഡിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഗോൾഡൻ ബീഡിനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിലേക്കായിട്ട് ഞാൻ ഒരു 4 വൈറ്റ് കുഞ്ഞു പേൾ ബീഡിനെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 4 എണ്ണം നമ്മളിതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ശേഷം ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, നമ്മളെങ്ങനെയാണ് കോർത്തെടുക്കുന്നത് എന്നുള്ളത്. ആ വലിയ ഗോൾഡ് ബീഡിൻ്റെ അപ്പുറം ഭാഗത്തൂടെ, ബീഡിട്ട ഭാഗത്തല്ല അപ്പുറം ഭാഗത്തൂടെ ഈ കോപ്പർ വയറിനെ എടുത്തിട്ട് ഇപ്പുറം ഹോളിലൂടെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ദാ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. റൗണ്ടിലായിട്ട് ബീഡ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മറുഭാഗത്തുള്ള കോപ്പർ വയറിലും ഇതുപോലെ 3 ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യത്തേതിൽ നമ്മൾ 4 എണ്ണമായിരുന്നു ഇട്ടിട്ടുള്ളത്, ഇത് 3 എണ്ണമാണ് ഇട്ടിട്ടുള്ളത്. ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുമ്പോൾ ഒരു ഫ്ലവർ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഭാഗത്തെ ഹോളിലൂടെ ഇട്ടിട്ട് മറുഭാഗത്തെ ഹോളിലൂടെ വലിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഈ സെൻറ്ററിലുള്ള 2 മുത്തുകൾ അടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് 4 എണ്ണം ഇട്ട് കൊടുത്ത ഭാഗത്തുള്ള ഒരു ബീഡിനെ ഞാനിതാ ഒന്നിങ്ങനെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ആ സെൻറ്ററിലുള്ള ബീഡിൻ്റെ ഉള്ളിലൂടെ ഞാൻ നമ്മുടെ കോപ്പർ വയറിനൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് താഴ്ഭാഗത്തേക്ക് തന്നെ ആക്കി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ശരിക്കും ബീഡ് ഇതുപോലെ അടുത്ത് കിട്ടും കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർ വീഡിയോ നല്ല രീതിക്ക് കാണുമ്പോൾ മനസ്സിലാവുക. അതായത് ഇതിൻ്റെ ഈ സെൻറ്ററിലത്തെ ബീഡിൻ്റെ ബാക്ക് ഭാഗത്തൂടെ ഞാനിങ്ങനെ കോപ്പർ വയറിനെ ചുറ്റിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മളിതിനെ പിരിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റ് ആക്കിയിട്ട് നമ്മളിതിനെ പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കിട്ടിയിട്ടോ. ഇനി നമ്മൾ ഒരു സൈഡിലേക്ക് വീണ്ടും വൈറ്റ് ബീഡിന് ശേഷം ഗോൾഡൻ ബീഡ്, ശേഷം വൈറ്റ് ബീഡ്, ആ ഒരു രീതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ കുറച്ച് മേലോട്ടാക്കി പിടിച്ചിട്ട് നമ്മൾ വീണ്ടും പിരിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നമ്മുടെ ഹെയർ വൈനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ. ഇത് ഇപ്പോൾ ചെറിയ ബഞ്ചാണെന്നേ ഉള്ളൂ, അതിങ്ങനെ നീളത്തിൽ നമ്മൾ ഉണ്ടാക്കി പോവുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ഓക്കെ, ഒരു ഭാഗത്തേക്ക് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തു. ഇനി ഇതേപോലെ തന്നെ മറുഭാഗത്തും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്തെടുത്തതിന് ശേഷം സെൻറ്ററിൽ നമ്മളിതെല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ട് ഒന്നുകൂടി പിരിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് 2 വശത്തും കൂടെ ഒന്നുകൂടെ ബീഡിനെ കോർത്തെടുക്കാം. 2 വൈറ്റ് ബീഡ് കോർത്തു, ശേഷം ഒരു ഗോൾഡൻ ബീഡ് കോർത്തു, വീണ്ടും ഒരു വൈറ്റ് ബീഡാണ് കേട്ടോ കോർക്കുന്നത്. 3 വൈറ്റ് ബീഡും ഒരു ഗോൾഡൻ ബീഡും, ആ തരത്തിലാണ് കോർത്തെടുക്കുന്നത്. ഇത് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ഏത് തരത്തിലും കോർത്തെടുക്കാവുന്നതൊക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. എങ്ങനെ കോർത്താലും അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ ബീഡും ഗോൾഡൻ കോപ്പർ വയറോടി പിന്നെ ഇങ്ങനെ പിരിച്ചെടുക്കുന്ന സമയത്ത് എങ്ങനെ കോർത്തെടുക്കുമ്പോഴും അതൊരു ഭംഗിയിൽ തന്നെയാണ് വരുന്നത്. ഞാൻ മുകളിലത്തെ 2 വൈറ്റ് ബീഡ്, താഴത്ത് 3 വൈറ്റ് ബീഡ് ഇതുപോലെ ഒരു കുഞ്ഞു ബഞ്ചാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ. ഇനി നമുക്ക് ഒരു വലിയ ബഞ്ച് കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഗോൾഡൻ ബീഡ് മാത്രം വെച്ചിട്ട് ഞാനിതാ ഇവിടേക്ക് ഒരു വലിയ ബഞ്ച് കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ എടുത്തതിനേക്കാളും കുറച്ചുകൂടെ നീളത്തിൽ ഞാൻ ഈ നമ്മുടെ കോപ്പർ വയർ എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെ എടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 20 ഇഞ്ചോളം നീളം ഉണ്ടാവും. എന്നിട്ട്
നമ്മൾ ഗോൾഡൻ ബീഡ് മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു 4 ബീഡ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ പിരിച്ച പോലെ തന്നെ നമ്മൾ ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ പിരിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ കുറച്ച് നീളത്തിൽ പിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഇത് അടുത്തടുത്തല്ല. എന്നിട്ട് വീണ്ടും നമ്മൾ 3 ഗോൾഡൻ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. മറ്റേത് നമ്മളൊരു യുണീക്ക്നെസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സെൻറ്ററിലായിട്ടൊരു ഫ്ലവർ 2 വശത്തേക്കുമായിട്ട് ഒരേപോലെ, വീണ്ടും 2 വശത്തേക്കുമായിട്ട് ഒരേപോലെ, അങ്ങനെ സെയിം മെത്തേഡിലാണല്ലോ നമ്മൾ ചെയ്തത്. ഇതങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇത് നമ്മൾ അങ്ങനെ പിരിച്ച് പോവാന്നേ ഉള്ളൂ. സെൻറ്ററിൽ നമ്മൾ ഇട്ട് കൊടുത്തു, പിന്നെ സൈഡിലേക്ക് അങ്ങനെ ഇല്ല. ഞാനിപ്പോൾ 3 ഇട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇത് രണ്ടും കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് സെൻറ്ററിലൊന്ന് പിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ശാഖകൾ ഇപ്പം ഒരേപോലെ ഒന്നും ആയിരിക്കില്ലല്ലോ ഉണ്ടാവുക. അവിടെയും ഇവിടെയായിട്ട് ഇലകളിങ്ങനെ ഉണ്ടാവുകയല്ലേ ചെയ്യുക. അതുപോലെ നമുക്ക് തോന്നുന്നിടത്തൊക്കെ നമ്മൾ ബീഡ് ഇട്ടിട്ട് അങ്ങനെ പിരിച്ചു പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനും ഉണ്ടൊരു ഭംഗി, കണ്ടോ? ഇതുപോലെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് 2 വശത്തേക്കുമായിട്ട് കുറച്ചധികം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത്രയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബഞ്ചാക്കിയിട്ട്, ഒരു വലിയ ബഞ്ചാക്കിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. നമ്മുടെ വർക്കിന് ഇത്രയും മതി. ഇപ്പോൾ വലുതായിട്ട് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ അത് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഉറുമ്പ് കുറേ നേരമായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലൂടെ ഇങ്ങനെ ചുറ്റി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫെൽറ്റ് ഷീറ്റിന് ഞാൻ ഒന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തു ശേഷം ഇതിനെ സെൻറ്ററിൽ ഫോൾഡ് ചെയ്തിട്ട് 2 കട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇതുപോലെ. ശേഷം നമ്മുടെ അലിഗേറ്ററിനെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കയറ്റി കൊടുക്കാം. ഇനി ഇതിപ്പോൾ ഇവിടെ ഫിക്സായി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ B7000 ആണ് കേട്ടോ യൂസ് ചെയ്യുന്ന ഗമ്മ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഗമ്മാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ബീഡ് ബഞ്ച് ഉണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 വശത്തേക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഗമ്മിനെ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പോലെ നമ്മളിതിനെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 2 വശത്തേക്കായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ B7000 ഒട്ടാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇവിടെ ഫിക്സായി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ എൻഡ് ടേപ്പ് ഉണ്ടല്ലോ, അത് എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നല്ല രീതിക്ക് ഒട്ടി നിന്നിട്ടുണ്ട്. ശേഷം നമ്മുടെ ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ ജാസ്മിൻ ബഡ് വെച്ച് ഉണ്ടാക്കി വെച്ച ആ ഒരു ബഞ്ച് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ബാക്ക് വശം നല്ല രീതിക്ക് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുമാണ്. ട്രഡീഷണലായിട്ട് സെറ്റ് സാരിക്കും കാഞ്ചീപുരത്തിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെന്താ പറയാനുള്ളത്, നമ്മുടെ ഹെയർ ആക്സസറിയുടെ അടുത്ത ബാച്ചിലേക്ക് അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോയുമായി കാണും വരേക്കും ബൈ ഓൾ.